കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. കേരളക്കരയെ ഇളക്കി മറിച്ച മുദ്രാവാക്യം ആ ഒരാൾക്ക് വേണ്ടിയായിരുന്നു. അണികളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അസാമാന്യമായൊരു ശേഷിയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അപകടങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നപ്പോൾ താക്കീത് നൽകിയ വ്യക്തി. പാർട്ടിക്കാരെ തന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ നോക്കി പരാജിതനായെങ്കിലും ജനലക്ഷങ്ങൾക്കിടയിൽ അസാമാന്യ സ്വാധീനമുള്ള വ്യക്തിത്വം. പുന്നപ്രയിലും വയലാറിലും അങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അയാൾ പാർട്ടിയെ കെട്ടിപ്പടുത്തു. പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടു നിന്ന കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി കേഡറായി അദ്ദേഹം നിലകൊണ്ടു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു പാഠം കൂടിയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സഖാക്കളുടെ സഖാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആശുപത്രിവാസത്തിലായിരുന്നു. അദ്ദേഹം വിടവാങ്ങിയതോടെ ഒരു കാര്യം ഉറപ്പാണ്: VS ഇല്ലാത്ത പാർട്ടി ശൂന്യമാണ്. സ്നേഹനിധിയായ സഖാവ് രാഷ്ട്രീയ മതിൽക്കെട്ടുകൾക്കപ്പുറം എല്ലാവർക്കും ഒരു പാഠമാണ്. മനസ്സറിഞ്ഞ സഖാക്കൾ ഒരാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് VSന് വേണ്ടിയിട്ടാകും. മുഷ്ടി ചുരുട്ടി മാനത്തേക്ക് ഉയർത്തി ധീരസഖാവെ VS എന്ന് നീട്ടി വിളിച്ചതിനേക്കാൾ ആവേശം പിന്നീട് സഖാക്കളിൽ നിന്നുണ്ടായിട്ടില്ല. എവിടെയും ആൾക്കൂട്ടം പൊതിഞ്ഞു നിന്ന VSനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരിൽ വർഗബോധം ഊട്ടിയുറപ്പിച്ച അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ നന്നേ ചെറുപ്പത്തിൽ VSന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ തെളിവാണ് പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിന്ന സഖാവ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ച പാർലമെന്ററി രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും അദ്ദേഹം ഒരുപോലെ ശോഭിച്ചു. മറുപടി പറയേണ്ടടുത്ത് മുഖം നോക്കാതെ കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റായി നിലകൊണ്ടു. അതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അവഗണന നേരിടേണ്ടി വന്നു. നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട് VSന്റെ രാഷ്ട്രീയ യാത്രയിൽ. ത്യാഗങ്ങൾ ഒരുപാട് ചെയ്ത് പാർട്ടിയെ കെട്ടിപ്പടുത്ത VSന് പുതിയ കാലത്തെ പാർട്ടി രീതികളിൽ കൈപൊള്ളി. കോട്ടയത്ത് VSന് നേരെ പ്രവർത്തകർ കുപ്പിയെറിഞ്ഞപ്പോഴും മുഖത്ത് തെല്ലും പരിഭവം കണ്ടിരുന്നില്ല. തന്നെ താനാക്കി മാറ്റിയ പ്രസ്ഥാനത്തെ അയാൾ എന്നും നെഞ്ചിലേറ്റിയിരുന്നു. മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്തിയപ്പോഴും ആ തോൽവി കൂടെ നിന്നവർ സമ്മാനിച്ചതാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നപ്പോഴും VS അടിയുറച്ചു നിന്നത് CPM എന്ന പ്രസ്ഥാനത്തിനൊപ്പം. വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നതിലും VS എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. പശുമാതാവാണെന്ന് പറയുന്നവർ കാളയെ അച്ഛനെന്ന് വിളിക്കുമോ എന്നുള്ളതും തല നരയ്ക്കുവതല്ലൻ എന്ന 4 വരിയും എതിരാളികളെ നിശബ്ദരാക്കി കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. രാഹുൽ ഗാന്ധിയെ അമൂൽ ബേബി എന്ന് ആദ്യം പരസ്യമായി വിമർശിച്ചതും VS തന്നെ. വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഉന്നയിച്ചില്ല എന്നതും അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയാണ്. അതിര് കടക്കുമ്പോൾ ഒരു ചിരിയിലെല്ലാം ഒതുക്കും. പക്ഷേ എതിരാളികളിൽ പാർട്ടിക്ക് പുറത്തുള്ളവരും അകത്തുള്ളവരും ഒരുപോലെ VSന്റെ കരുത്തറിഞ്ഞു. സീറ്റ് പോലും നൽകാതെ ഒതുക്കാൻ നോക്കിയവർ പിന്നീട് മുഖ്യമന്ത്രി പദം വരെ നൽകി മുട്ടിടിച്ച് വീണതിനും കേരളം സാക്ഷിയായി. തനിക്ക് പഥ്യമല്ലാത്ത ശത്രുക്കോട്ടകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്കൊഴുകിയ VSലെ മനുഷ്യസ്നേഹി പലപ്പോഴും പാർട്ടിക്ക് ഏൽപ്പിച്ചത് വലിയ പരിക്കുകൾ തന്നെ. 51 വെട്ടേറ്റ് മരിച്ചു വീണ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തി കൈകൾ ചേർത്ത് പിടിച്ച് കരയുന്ന KK രമയെ ആശ്വസിപ്പിക്കുന്ന VSന്റെ ചിത്രം രാഷ്ട്രീയ കേരളം ഒരു കാലത്തും മറക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നതിലുപരി കാർക്കശ്യം മാറ്റിവെച്ച മനസ്സലിവുള്ള മനുഷ്യനായി VSനെ കണ്ടതും അന്നാണ്. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ VS ജീപ്പിൽ ചെന്നിറങ്ങി ഉദ്യോഗസ്ഥരെ ശാസിക്കുന്നത് അടിസ്ഥാന വർഗത്തിനൊപ്പം എല്ലാ കാലവും അയാൾ നിലകൊണ്ടതിൻ്റെ തെളിവാണ്. വളർച്ചയും വികസനവും ഉണ്ടാകേണ്ടത് അടിസ്ഥാന വർഗത്തിലൂടെയാണെന്ന് VSന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് വിളിച്ചു പറഞ്ഞു. പാർട്ടിക്കുള്ളിലെ ഒറ്റയാനായി VS മാറിയത് വിവാദങ്ങൾ ഉയർത്തിക്കൂടിയാണ്. മറ്റു നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനതകളില്ലാത്ത പാർട്ടി നടപടികൾക്കും VS വിധേയനായിട്ടുണ്ട്. 1964 VS ആദ്യ അച്ചടക്ക നടപടിക്ക് വിധേയനാകുന്നത്. അന്ന് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി VSനെയും മറ്റ് നേതാക്കളെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. ജയിലിനുള്ളിൽ VS രക്തദാനത്തിന് പ്രചാരണം നൽകി. അതിർത്തിയിൽ പോരാടിയിരുന്ന ജവാന്മാർക്ക് രക്തം ദാനം ചെയ്യണമെന്നായിരുന്നു VSന്റെ ആവശ്യം. ഇത് ജയിലിനുള്ളിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സംഘർഷത്തിനിടയാക്കി. ജയിൽ മോചിതനായ ശേഷം VSനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. 1998 പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ വെട്ടിനിരത്തലിൻ്റെ പേരിലായിരുന്നു രണ്ടാമത്തെ നടപടി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി VSനെ താക്കീത് ചെയ്തു. പാർട്ടിയിലെ വിരുദ്ധപക്ഷക്കാരോട് VS കാണിക്കുന്ന ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. CPMലെ വിഭാഗീയതയുടെ പേരിൽ 2007 മെയ് 26
വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് പിന്നീടുണ്ടായ നടപടി. അന്ന് വി എസിനൊപ്പം പിണറായി വിജയനും ഇതേ നടപടി നേരിട്ടു. ലാവ്ലിൻ കേസിൽ ഇരുവരും പരസ്യമായി വാക്പോര് നടത്തിയതിൻ്റെ പേരിലായിരുന്നു നടപടി. 2007 ഒക്ടോബറിൽ തിരിച്ചെടുത്തെങ്കിലും 2009 ജൂലൈ 13 വി എസ് വീണ്ടും PBക്ക് പുറത്തായി. സംഘടനാ തത്വങ്ങളും അച്ചടക്കവും ലംഘിച്ചു എന്നായിരുന്നു ആരോപണം. ആയിരത്തി 1965 മുതൽ 2016 വരെ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് വി എസ് വിജയിച്ചു കയറിയത്. പക്ഷേ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ ഒരു മന്ത്രിസഭയിലും അംഗമായിരുന്നില്ല എന്നതും ശ്രദ്ധേയം. പലപ്പോഴും പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയോ ചെയ്തു. 1967ലും 2006ലും ഒഴികെ അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാര സ്ഥാനത്തിന് പുറത്തായിരുന്നു. 1996ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മാരാരിക്കുളത്തെ തോൽവിയോടെ അതില്ലാതായി. പിന്നീട് ഏറെ വിവാദങ്ങൾക്ക് ശേഷം 2006ൽ ആ നിയോഗത്തിലേക്ക് വി എസ് എത്തിപ്പെടുകയും ചെയ്തു. വി എസിനെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സ്വന്തം ചേരിയിൽ നിന്നുള്ളവർ തന്നെ പലപ്പോഴും മുൻകൈ എടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പലവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് അയാൾ നടന്നു നീങ്ങിയത് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കാണ്. വിഭജന കാലത്ത് പാർട്ടി വിട്ടിറങ്ങി CPM രൂപീകരിക്കുമ്പോൾ അന്ന് അതിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൻ്റെ കണ്ണും കരളുമായ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ.